നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് പിന്നെ നമ്മൾ ടോസ്റ്റ്മാസ്റ്റർ നവാസ് പറഞ്ഞ ടേബിൾ ടോപ്പിക് സെഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ സമയം ആണ് ആ ഒരു സമയത്ത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്നാണ്. പക്ഷെ നമ്മള് അതില് ഈ ടോസ്റ്റ് മാസ്റ്ററിന് വരുന്നതിന് മുൻപുള്ള സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് നമ്മളുടെ ഒരു ഭാഗ്യമാണ് ഇതെല്ലാം. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നമ്മൾ എത്രത്തോളം നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യുന്നു ആ സമയത്താണ് നമുക്ക് എന്ത് ഉൾക്കൊള്ളാനുള്ള ഒരു കോൺഫിഡൻസ് വരിക, ഒരു ആത്മവിശ്വാസം വരിക. ആത്മവിശ്വാസം വന്നാൽ തന്നെ നമുക്ക് ആ ആൻസർ തനിയെ വരുമെന്നുള്ള ഒരു വിശ്വാസക്കാരനാണ്. ആ ഒരു വിശ്വാസം എന്നെ മാറ്റിയെടുത്തത് ടോസ്റ്റ് മാസ്റ്ററിലൂടെയാണ്. രണ്ടാമത് അപ്പം ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടിയെന്ന് പറയാം. രണ്ടാമത് തീർച്ചയായിട്ടും എല്ലാവരും പറയുന്ന പോലെ എനിക്കും വളരെയധികം പേടിയുള്ള വ്യക്തിയായിരുന്നു, പ്രത്യേകിച്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്റ്റേജ് ഓർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഓഡിയൻസ്. എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രസൻസ് എന്ന് പറയുന്നത് when I was in my degree student, there was some association inauguration. So somebody called me to invite the audience, invite the dignitaries into the stage, and he gave me some tips and he gave me the script what to read in front of the audience. So by that time they called me and they asked me to read like this. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹപാഠികളെ. When I was in the stage, what I read was വേദിയിലിരിക്കുന്ന സഹപാഠികളെ, മുന്നിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ. ഇത് പറഞ്ഞ സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ സാധിച്ചില്ല. പക്ഷെ ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് ചിലപ്പോൾ ക്രിറ്റിസിസം എന്ന് പറയും, ആൾക്കാർ ഒരുപാട് കളിയാക്കുന്നതിന് ഒരു ഏർപ്പാടുണ്ടല്ലോ. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് അവരെന്നെ കളിയാക്കിയല്ലോ, ആ ഒരു ഇതെനിക്ക് വന്നല്ലോ എന്നാണ്. പിന്നീട് ടോസ്റ്റ് മാസ്റ്ററിൽ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് there is a constructive feedback. നമുക്കൊരു ആളെ നേർവഴിക്ക് നയിക്കുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്. അത് ഒരുപാട് അവരെ അവഹേളിച്ചുകൊണ്ടല്ല പറയേണ്ടത്, അവരുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്രയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതും കൂടെ നന്നായി കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. രണ്ടാമത്തെ കാര്യം, നമുക്കൊരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടായി. ഈ ടോസ്റ്റ് മാസ്റ്ററിൽ വന്നതിന് ശേഷം എനിക്കത് മനസ്സിലായിട്ടായിരുന്നു. മൂന്നാമത്, നമ്മൾ എപ്പോഴും ഓരോ മീറ്റിങ്ങുകളിലൊക്കെ പോകും, പല ക്ലബുകളുടെ പല രീതിയിലുള്ള മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യും. പക്ഷെ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം, സൗഹൃദം വലയം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഷെഡ്യൂളിൽ ഞാൻ അറിയുന്നത് ടോസ്റ്റ് മാസ്റ്ററിൽ വെച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അടുത്ത നാട്ടുകാരൻ കൂടിയാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരുപാട് സ്കൂൾ അലുമിനിയിലൊക്കെ ഞാൻ ഫേസ് കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ആളെ കേൾക്കുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു സുഹൃത്തലയം ഇതിനകത്തുനിന്ന് ഉണ്ടാകാൻ സാധിച്ചു എന്നുള്ളത് ഒരു മൂന്നാമത്തെ ഒരു കാര്യമായിട്ട്